ദേശാഭിമാനി മുഖപ്രസംഗം 2024 മെയ് 14. ചിന്തയിലും പ്രവൃത്തിയിലും അശ്ലീലം നിറഞ്ഞ് UDF. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ UDF നടത്തിയ നെറുകെട്ട പ്രചാരണം തിരിച്ചടിയായതിൻ്റെ ജാളി മറയ്ക്കാൻ സംഘടിപ്പിച്ച പൊതുയോഗം അതിനേക്കാൾ വലിയ അശ്ലീലമായി. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥിയുമൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ വടകരയിൽ മാത്രം കാണുന്ന UDFിൻ്റെ എച്ചിലിൽ കടിച്ചു തൂങ്ങുന്ന RMPയുടെ സർവ്വമാന നേതാക്കളും ഉണ്ടായി. ഒരാളുടെ മനോവ്യാപാരവും പൊതുബോധവുമാണ് അയാളുടെ വായിലൂടെ പുറത്തു വരിക. അത് കേട്ട് ഊറിച്ചിരിക്കുന്നവർ അതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ളവരായിരിക്കും. RMP നേതാവിൻ്റെ പ്രസംഗം UDFിൻ്റെ മനോനില എന്താണെന്ന് കൃത്യമായി അടയാളപ്പെടുത്തി. തങ്ങൾ അശ്ലീലം പ്രചരിപ്പിക്കുന്നവരെന്നും വർഗീയവാദികളെന്നും LDF ആക്ഷേപിക്കുന്നുവെന്ന് നിലവിളിച്ചാണ് UDF പൊതുയോഗം സംഘടിപ്പിച്ചത്. LDF പറഞ്ഞതൊന്നും വെറുതെയല്ലെന്ന് പൊതുയോഗത്തോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും മനസ്സിലായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്നതും ഇഷ്ടപ്പെടുന്നവരുമായ രണ്ട് സ്ത്രീകളെ അങ്ങേയറ്റം അവഹേളിച്ച് പ്രസംഗിക്കണമെങ്കിൽ UDF നിലവാരം എത്രമാത്രം താഴണം. അറിയപ്പെടുന്നവരല്ലെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ചും പൊതുവേദിയിലോ സ്വകാര്യ സംഭാഷണത്തിലോ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് പൊതുയോഗത്തിൽ മുഴങ്ങിയത്. ഇത് കേട്ട് വേദിയിലിരുന്ന പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളും മതനിരപേക്ഷവാദിയെന്ന് സ്വയം വിളിക്കുന്ന ഷാഫി പറമ്പിലും നന്നായി ആസ്വദിച്ച് ഊറിച്ചിരിക്കുന്ന കാഴ്ചയാണ് അവിടെ കൂടിയവർ കണ്ടത്. നാക്കുപിഴയെന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. പോൺ വീഡിയോ ഉണ്ടാക്കേണ്ടത് മഞ്ജു വാര്യരെ പോലെയുള്ള സ്ത്രീകളുടേതാണെന്നും ശൈലജയെ പോലുള്ളവരുടെ അല്ലെന്നും വളരെ വ്യക്തമായി വിളിച്ചു പറയുകയായിരുന്നു. സ്ത്രീകളെ വ്യക്തികളായി കാണാനോ സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ച് ആലോചിക്കാനോ ഉള്ള ബോധനിലവാരമില്ലാത്തവർക്കേ ഇത് പറയാൻ പറ്റൂ. പറഞ്ഞത് തെറ്റാണെന്ന് വേദിയിലിരുന്ന ആർക്കും അപ്പോൾ തോന്നിയില്ല. പിന്നീട് പ്രസംഗിച്ച ഷാഫി ഇപ്പോൾ പറയുന്നത് അയാൾ പറഞ്ഞത് ശരിയായില്ലെന്നാണ്. എന്നാൽ എന്തുകൊണ്ട് തൻ്റെ പ്രസംഗത്തിൽ അത് പറഞ്ഞില്ലെന്ന് ചോദിക്കരുത്. അപ്പോൾ അത് തെറ്റാണെന്ന് തോന്നാനുള്ള മാനസിക വളർച്ചയൊന്നും നേടിയിട്ടില്ല. പൊതുജനം പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോഴാണ് തെറ്റായിരുന്നെന്ന് തോന്നൽ ഇവർക്കൊക്കെ ഉണ്ടായത്. സുഹൃത്തുക്കൾ ആരോ ചൂണ്ടിക്കാണിച്ചതിനാൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നാണ് RMP നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്ത്രീകളെ അവഹേളിച്ചിട്ട് ഫേസ്ബുക്കിൽ ഖേദം പറഞ്ഞാൽ മതിയെന്നാണ് അയാളുടെ നേതാവ് രമ പറയുന്നത്. രമയ്ക്ക് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്കും വലതുപക്ഷ മാധ്യമങ്ങൾക്കും ഖേദം പ്രകടിപ്പിച്ചതോടെ എല്ലാം അവസാനിച്ചെന്ന നിലപാടാണ്. UDF നേതാക്കളായാൽ എന്ത് വൃത്തികേടും വിളിച്ചു പറയാം, ചെയ്യാം. ആരെങ്കിലും പ്രതിഷേധിച്ചാൽ മാപ്പ് പറഞ്ഞാൽ എല്ലാം തീരും. UDF നേതാക്കളെ വെളുപ്പിക്കാൻ മനോരമയും മാതൃഭൂമിയും എല്ലാം കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ലജ്ജയാണ് തോന്നുന്നത്. വിവാദ പ്രസംഗം നടത്തിയ നേതാവിൻ്റെ വീട്ടിലാരോ സ്ഫോടക വസ്തു എറിഞ്ഞുന്ന 1-ാം പേജ് വാർത്തയുമായാണ് UDF പത്രം തിങ്കളാഴ്ച പുറത്തിറങ്ങിയത്. അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പോലീസ് ഞായറാഴ്ച തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേതാവിനെ തള്ളി UDF നേതാക്കൾ എന്നാണ് മറ്റൊരു പത്രത്തിൻ്റെ തലക്കെട്ട്. ഇതെല്ലാം വായിച്ചാൽ തോന്നുക ശുദ്ധാത്മാക്കളായ UDF നേതാക്കളെ LDF വെറുതെ ഫള്ളു പറയുകയെന്നാണ്. 2 ദിവസം മുമ്പത്തെ പ്രസംഗം കേട്ട് മതി പറഞ്ഞ് ചിരിച്ചവരും എല്ലാവിധ പിന്തുണ നൽകിയവരുമാണ് ഇപ്പോൾ തള്ളിപ്പറയുന്ന ഭാഷയുമായി രംഗത്തെത്തിയത്. കോൺഗ്രസിൻ്റെ UDFിൻ്റെ സംസ്കാരം എന്തെന്ന് ഇതിലൂടെ കൂടുതൽ വ്യക്തമായി. പത്രത്തിൻ്റെ തലക്കെട്ടിൽ പോൺ കോൺഗ്രസ് എന്ന് ഉപയോഗിച്ചതിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചവരാണ് അശ്ലീലം പറയാനായി പൊതുയോഗം സംഘടിപ്പിക്കുന്നതും അത് കേട്ട് ആർത്ത് അട്ടഹസിക്കുന്നതും. സ്ത്രീകളെ മനുഷ്യരെ കാണാനുള്ള സംസ്കാരം UDFിനുണ്ടാകുമെന്ന് വിചാരിച്ചാൽ അത് മണ്ടത്തരമായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് വടകരയിലെ പൊതുയോഗം.